അനവസരത്തിൽ ഇടതുപക്ഷത്തിന് മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷിയാണ് CPI. CPI ഒന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുന്നണി വിട്ട് പുറത്തേക്ക് പോകണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PMശ്രീക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് ശബ്ദമുയർത്തുകയും അതോടൊപ്പം തന്നെ CPMന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്തത് PMശ്രീക്കെതിരെ CPI നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് CPI കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നണി മാറ്റം അവർ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ CPMനുള്ള ഒരു ബേസ് വോട്ടൊന്നും ഒരു കാരണവശാലും CPIക്കില്ല. CPI ഇപ്പോൾ മുന്നണി മാറ്റത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CPMകാരുടെ കൂടി വോട്ട് വാങ്ങിച്ചുകൊണ്ട് വിജയിച്ചിട്ടുള്ള MLA സ്ഥാനങ്ങളൊക്കെ രാജിവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിനുശേഷം മാത്രമേ കാല് മാറാൻ പാടുള്ളൂ. നമസ്കാരം സർ. ഈ CPI തർക്കം ഇത്രയും രൂക്ഷമാവും എന്നാരും പ്രതീക്ഷ കാണില്ല. ഇവർ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കും എന്നായിരിക്കും പ്രതീക്ഷിച്ചിരുന്നത്. ഇതിപ്പോൾ തെരുവ് യുദ്ധം കണക്കെ രണ്ട് കൂട്ടരും വാദപ്രതിവാദങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ CPIനെ കുറച്ചധികം രൂക്ഷമായ ഭാഷയിലാണ് CPM നേതാക്കളെല്ലാം ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ പഴയൊരു ചരിത്രവും കോൺഗ്രസിനൊപ്പം പോയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പല മണ്ഡലങ്ങളും അവർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളും 5000 വോട്ട് പോലും തികച്ചില്ലാത്ത പാർട്ടി എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞതിൽ കുറച്ച് സത്യവുമുണ്ട്. സത്യത്തിൽ CPI ഭയക്കുന്നത് LDFിലെ 2ാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഒരു പേടിയാണോ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഈ അനവസരത്തിൽ ഇടതുപക്ഷത്തിന് മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷിയാണ് CPI ഒന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുന്നണി വിട്ട് പുറത്തേക്ക് പോകണം. ആ മുന്നണി വിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. കാരണം പുതുതായിട്ടൊരു സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാരിൻ്റെ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 100 ദിവസങ്ങൾ പൂർത്തിയാക്കി എന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ഹണിമൂൺ ടൈം അവസാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ഹണിമൂൺ ടൈം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിലകൊള്ളേണ്ട ആളുകളാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഈ CPI എന്ന് പറയുന്നത്. സർക്കാരിനെതിരായിട്ട് പല വിഷയങ്ങളിലും ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ ശക്തമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയർത്തേണ്ട സ്ഥലത്ത് അത് ഉയർത്തുന്നില്ല CPI എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PMശ്രീക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് ശബ്ദമുയർത്തുകയും അതോടൊപ്പം തന്നെ CPMന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്തത് PMശ്രീക്കെതിരെ CPI നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. അതിനുശേഷം ഇപ്പോൾ UDF സർക്കാർ PMശ്രീ നടപ്പിലാക്കുന്നു. PMശ്രീ UDF സർക്കാർ നടപ്പിലാക്കുന്ന സമയത്ത് CPIയുടെ നിശബ്ദത എന്തുകൊണ്ടാണ്? അങ്ങനെ CPI ഒരു നിശബ്ദത ഇവിടെ UDF സർക്കാർ PMശ്രീ നടപ്പാക്കുമ്പോൾ അവലംബിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില സംശയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരിക സ്വാഭാവികമാണ്. അന്ന് ഇതുപോലെ CPI ഇത്രയും എതിർപ്പ് പറയുമ്പോൾ യഥാർത്ഥമായ കമ്മ്യൂണിസ്റ്റ് ആശയം അവരാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഒരു അർത്ഥവുമില്ല അതിനകത്ത്. ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കച്ചവടം നടത്തിയിട്ടുള്ളത് CPI ആണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ നിർത്തിയിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് അവിടെ നിർത്തിയിരുന്ന ചില സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് CPIക്കെതിരെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണമാണിത്. സീറ്റ് കച്ചവടം നടത്തുന്നു CPI എന്നുള്ളത്. ഏതെങ്കിലും നമ്മൾക്ക് ആ വിഷയമല്ല ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഈ ഒരു നിയമസഭാ കക്ഷി ഉപനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM പണ്ട് തുടങ്ങി മുന്നണി നിലവിൽ വന്ന അന്ന് തുടങ്ങി പ്രതിപക്ഷ നേതാവും സഹനേതാവും അത് CPMന്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് CPI കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നണി മാറ്റം അവർ ആഗ്രഹിക്കുന്നു. പല ആളുകളും പറയുന്നുണ്ട് പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനുള്ള എതിർപ്പാണ് എന്ന്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF കൂടിയ സമയത്ത് എന്തുകൊണ്ടാണ് ഇവരെ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെടാതിരുന്നത്? അതിനുശേഷം ഇപ്പോൾ അവർ പുറത്തു വന്ന് പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്തണം എന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയോ തരത്തിൽ എന്തൊക്കെയോ ചർച്ചകൾ എവിടെയൊക്കെയോ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഇതേ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാമായിരുന്നു. PMശ്രീക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ഈ സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? എന്നാൽ ഈ സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലേ? ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളില്ലേ? ഈ പ്രളയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളില്ലേ? ഇതിനെക്കുറിച്ചെല്ലാം CPI നിശബ്ദത പാലിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, CPI ഇടതുപക്ഷം വിടാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പകരം മറ്റെന്ത് എന്നുള്ളതൊരു ചോദ്യമല്ലേ? അല്ല, പകരം എന്നൊരു ചോദ്യമില്ലെന്നേ. അതായത് കേരളത്തിൽ CPM, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ഈ 5 പാർട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ പാർട്ടികളെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ ഘടകകക്ഷികളും നിലനിൽക്കുന്നത്. പല ഘടകകക്ഷികളും ഒരു നേതാവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. CPI സംബന്ധിച്ചിട്ട് ഒരു നേതാവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവർ കൃത്യമായിട്ട്
അവർക്ക് കളക്റ്റീവായിട്ടുള്ള കുറച്ച് ലീഡർഷിപ്പ് ഉണ്ട്. ചില ജില്ലകളിൽ സ്വാധീനമുണ്ട്. അല്ല, ചില ജില്ലകളിൽ ഇപ്പോൾ ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ CPIക്ക് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ CPIക്ക് സ്വാധീനമുണ്ട്. തൃശ്ശൂരും ജയിക്കുന്ന അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഒരു CPM അനുഭാവം ഉള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു LDF, ഒരു ഇടതുപക്ഷം എന്നുള്ള രീതിയിലുള്ള അനുകൂല നിലപാടാണത്. മറിച്ച് CPI LDF വിടുന്ന ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതെല്ലാം മാറ്റിമറിക്കപ്പെടും. ഈ പറയുന്ന ആളുകളൊക്കെ മുഴുവൻ UDFിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷ നിലപാടുകളുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ വലതുപക്ഷ നിലപാടുകളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ പരാജയം, ഒരു വലിയ പരാജയത്തോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാണ്ടായി പോകും എന്ന് CPIയിലെ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇല്ലാണ്ടായി പോകും എന്ന് ചില ആളുകളൊക്കെ കരുതുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ആശയമല്ലേ, ആ ആശയത്തിനൊപ്പം ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടാവില്ലേ? നേതൃസ്ഥാനത്തേക്കൊക്കെ ആര് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇവിടെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കും. ഇത് കേരളമാണ്. അത് CPI മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പരാജയം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു ചരിത്രമുണ്ടോ ഏതെങ്കിലും പാർട്ടികൾക്ക്? പ്രത്യേകിച്ച് കേഡർ സംവിധാനമുള്ള CPM. ഈ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ച പോലെ കേരളത്തിൽ സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുമോ? കേരളത്തിന്റെ ആളുകളുടെ മനസ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇടതുപക്ഷ മനസ്സാണ്. വിദ്യാർത്ഥി സംഘടനകളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ഉദ്യോഗസ്ഥ സംഘടനകളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ബാങ്ക് എംപ്ലോയീസ് യൂണിയനുകളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇതിനകത്തൊക്കെ ഒരു ഇടതുപക്ഷത്തിനാണ് ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളൊരു പക്ഷം ഇന്ത്യയിലുണ്ട്, അതൊരു സത്യമാണ്. എന്നാൽ സർക്കാരിനെ വിമർശിക്കാതിരിക്കുകയും ഒരു വലതുപക്ഷ സർക്കാരിനെ വിമർശിക്കാതെ CPI ഇരിക്കുകയും എന്നാൽ തങ്ങളുടെ തന്നെ സഹകക്ഷിയായിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ളൊരു രീതിയായിട്ട് തോന്നുന്നില്ല. ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിങ്കാലിപ്പണിയാണ് എന്ന് നമുക്ക് പരസ്യമായിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഈ LDFനെ ഇങ്ങനെ അൺസെറ്റിലാക്കി നിർത്താം, ഒന്ന് കെട്ടുറപ്പോടെ വരാൻ അനുവദിക്കാത്ത രീതിയിൽ നിർത്താനുള്ള എന്തെങ്കിലും ഡീൽ ഇതിന്റെ പിന്നിലുണ്ടോ? അല്ല, ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസവും വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? CPMൽ നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ നിയമസഭ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരിക. ഇതല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഒരു രീതി അങ്ങനെ ആയിരുന്നല്ലോ, ഒരു ചരിത്രം അതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കയറി ബിനോയ് വിശ്വം അപ്പോൾ തന്നെ പറയുകയാണ്, പിണറായി വിജയന്റെ ഏകപക്ഷീയമായ നിലപാടുകളെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തെ കുറച്ചുകൂടി കലുഷിതമാക്കുമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഇന്ന് പറഞ്ഞ കാര്യം സത്യമാണ്. പല പ്രദേശങ്ങളിലും CPIക്ക് ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ഒന്നും അത്ര ശക്തമല്ല. പല സ്ഥലങ്ങളിലും കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ CPMനുള്ള ഒരു ബേസ് ഔട്ടൊന്നും ഒരു കാരണവശാലും CPIക്കില്ല. ഇതിപ്പോൾ CPMന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വിജയങ്ങളാണ്. ഇപ്രാവശ്യം അവർക്ക് 8ഓളം സീറ്റുകൾ അവർ വിജയിച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. അത് CPIയുടെ മാത്രം വോട്ടാണോ? ഒരിക്കലും അല്ലല്ലോ. CPMകാരും കൂടെ വോട്ട് ചെയ്തിട്ടല്ലേ അവർ വിജയിച്ചേറിയത്. ഇടതുപക്ഷം എന്നുള്ളൊരു ഫീലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. CPI ഇപ്പോൾ മുന്നണി മാറ്റത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CPMകാരുടെ കൂടി വോട്ട് വാങ്ങിച്ചുകൊണ്ട് വിജയിച്ചിട്ടുള്ള MLA സ്ഥാനങ്ങളൊക്കെ രാജിവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിനുശേഷം മാത്രമേ കാല് മാറാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട് ഇവർ ശക്തമായിട്ട് നിലനിൽക്കണം. ഇനി CPI ഈ പറഞ്ഞ ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് പോയി എന്ന് കരുതിക്കൂ, കേരള കോൺഗ്രസ് അതിശക്തമായിട്ട് LDFൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ CPIയിലെ ഒരുപാട് ആളുകൾ കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ LDFിലെ രണ്ടാമൻ എന്ന സ്ഥാനം നിലവിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് MLAമാരൊന്നുമില്ല, സത്യമാണ്. എന്നാൽ ജനപിന്തുണയിൽ അല്ലെങ്കിൽ അംഗബലത്തിൽ കേരള കോൺഗ്രസ് എം തന്നെയാണ് ശക്തം. CPIയേക്കാൾ ശക്തമായിട്ട് നിൽക്കുന്ന പാർട്ടി, ഒരു കേഡർ സ്വഭാവത്തോടുകൂടി നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഇതിപ്പോൾ എത്ര വലിയ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചു തരും, അവരെ സത്യം പറയും. ഇപ്പോൾ UDFിനകത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റുകളുണ്ട്. പക്ഷേ അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒക്കെ 10 മടങ്ങ് സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം വരെ UDF തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ ഈ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. പിന്നെ ചില പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിലും CPM വോട്ട് ചെയ്തിട്ടില്ല, CPI വോട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒക്കെ ചില ഘടകങ്ങളുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് കേരള കോൺഗ്രസ് എം ശൂന്യതയിൽ നിൽക്കേണ്ടി വന്നത്. എന്നാൽ മറിച്ച് ഇപ്പുറത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് 7 സീറ്റുണ്ട്, 7 MLAമാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അതൊരു പവറാണ്, MLAമാരുണ്ട്. പക്ഷെ അണികളോ? ഇനി പറഞ്ഞ പോലെ അഭ്യൂഹങ്ങളുള്ള പോലെ CPI ഒരുപക്ഷെ UDF പക്ഷത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷത്തേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ
അവിടെ നിന്ന് ഈ പറഞ്ഞ സ്വീകാര്യത നിലവിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം CPI എന്ന് പറയുന്നത് ഇപ്പോൾ മുൻപ് പോയി ആ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഒരു ജനപ്രീതി ഇന്ന് CPIക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. അല്ല, നേരത്തെ ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. UDF സംബന്ധിച്ച് UDF ഇപ്പോൾ CPIയുടെ ഒരു പിന്തുണയുടെ ആവശ്യമില്ല. കാരണം 102 സീറ്റുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് UDF നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന 102 സീറ്റുമായിട്ട് നിൽക്കുന്ന UDF ഇനിയിപ്പോൾ ഇവരുടെ ഈ 6 സീറ്റ് എന്തിനു വേണ്ടാണോ? ആകെപ്പാടെ ഒരു രാജ്യസഭ സീറ്റ് വേണമെങ്കിൽ UDF നേടാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം 36ലേക്ക് എത്തണം. 35 മാത്രമാണ് LDF അതല്ലെങ്കിൽ പിന്നെ BJP വിട്ടു നിൽക്കണം രാജ്യസഭ ഇലക്ഷനിൽ നിന്നൊക്കെ. എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു നേട്ടം ആർക്കുണ്ടാവാൻ പോകുന്നുള്ളൂ, ഈ UDF ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ അവർ ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നില്ല CPI ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ പണ്ട് UDF നിന്ന് കേരള കോൺഗ്രസ് KM മാണി സാർ വിട്ടു നിന്ന പോലെ ഇരു മുന്നണിയിലും ചേരാതെ ഒരു നിഷ്പക്ഷ പ്രതിപക്ഷമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുശേഷം ഇലക്ഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മാറുക. അപ്പോഴും വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ അണികൾ തമ്മിലുണ്ടാകുന്ന ഒരു അകൽച്ച ഇടതുപക്ഷത്തേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് CPI ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അണികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ച അത് മാറുമോ? ഇപ്പൊ തന്നെ സൈബർ ലോകത്ത് അത്യാവശ്യം ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലേക്ക് വീണ്ടും ഇതിങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ CPIക്ക് തന്നെ ആയിരിക്കും പ്രശ്നം. CPI തന്നെ നോക്കേണ്ടത് CPIയുടെ ലോക്കൽ കമ്മിറ്റികളിലേക്കും CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റികളിലേക്കും ഒക്കെ നോക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ പല സ്ഥലങ്ങളിലും CPI-CPM സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ CPI മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ASFും SFIയും ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു വസ്തുത കൂടി ഇന്നത് പറയുന്നുണ്ട്. CPIക്ക് അത് ശക്തമായ ഗ്രൂപ്പ് പോര് നടക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് പോരിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബിനോയ് വിശ്വം ഈ പാർട്ടിയെ CPIയെ പിളർത്തി പുറത്തു പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പോഴും മറ്റൊരു കാര്യം സംഭവിച്ചേക്കാം. K. ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ഒരു വിമത വിഭാഗം ഈ CPIക്ക് അകത്തുണ്ട്. അവർക്കൊരു പുതിയൊരു CPI ആയിട്ട് അല്ലെങ്കിൽ പഴയ CPI ആയിട്ട് കേരളത്തിൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കും. അവരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു കഴിഞ്ഞാലും അണികൾ ഒരു പക്ഷേ ആ CPIയെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷത്ത് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതല്ലാതെ വലതുപക്ഷം മനസ്സുള്ള അധികാരമോഹമുള്ള CPIക്കാർ അങ്ങോട്ട് പോകും. അവർ വേണമെങ്കിൽ UDF ഭാഗമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ കേരളത്തിലെ CPI ചെയ്യേണ്ടത് എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാരിനെതിരെയും നിശ്ചിതമായ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുകയല്ലേ ചെയ്യേണ്ടത്. 100 ദിവസങ്ങൾ പിന്നിട്ടില്ലേ? അതിനു മുതലാതെ UDF ഗവൺമെന്റിനെതിരെ ഒരക്ഷരം പോലും CPI ശബ്ദിക്കുന്നുണ്ടോ? ഒരക്ഷരം ശബ്ദിക്കുന്നുണ്ടോ? ഇപ്പോഴും CPI കരുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണോ? പിണറായി വിജയനെ വിമർശിക്കുന്നതിൻ്റെ ഒരു 4/1 ഇവർ കേന്ദ്ര സർക്കാരിനൊന്ന് വിമർശിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ UDF സർക്കാരിനൊന്ന് വിമർശിക്കട്ടെ. അത് വിമർശിക്കാത്തടത്താണ് CPM നേതാക്കന്മാരെ പലരെയും പ്രകോപിതരാക്കുന്നത്. CN മോഹനൊക്കെ അതുകൊണ്ടാണ് ഇന്ന് കുറച്ചധികം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ആ സത്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയുമല്ലേ? CPIക്കാർ എന്തെല്ലാം കിടന്ന് തുള്ളിച്ചടിയാലും. ഒരു സുനിൽകുമാർ, K. രാജൻ, ഇങ്ങനെയുള്ള കുറേ നല്ല സഖാക്കന്മാരുണ്ട് CPIക്കകത്ത്, ഇല്ല എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ അവർ പോകണമെന്ന് നിർബന്ധമുണ്ടോ? K. രാജൻ സഖാവിനോടൊക്കെ കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന വാക്കായിട്ട് പറയുക, അതിനോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ബിനോയ് വിശ്വത്തിൻ്റെ മാത്രം തീരുമാനമാണോ, അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ബിനോയ് വിശ്വം സെക്രട്ടറി ആകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ആയി ഇരിക്കുന്ന ആളാണ് ബിനോയ് വിശ്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം മാത്രമാണോ UDF വലതുപക്ഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ക്ഷയിപ്പിക്കത്തക്ക രീതിയിലുള്ള തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ടത്. ഒന്ന് കലങ്ങിത്തെളിയുന്നത് നല്ലതാണ്. ഇടതുപക്ഷം ശരിക്കും കലങ്ങിത്തെളിയുന്നത് നല്ലതാണ്. പോകേണ്ടവരൊക്കെ പോകട്ടെ. അതിനുശേഷം വേണം ഇടതുപക്ഷം ഒരു പക്ഷമായി നിന്നുകൊണ്ട്, ജനങ്ങളുടെ പക്ഷമായി നിന്നുകൊണ്ട് ഇവിടെ പോരാട്ടങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം.